ചരിത്രം തിരുത്തിക്കുറിക്കാൻ യൂറോപ്പും ഏഷ്യയും കൈകോർക്കുന്നു. ഒരു ദശാബ്ദത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജപ്പാനിലെത്തുമ്പോൾ അത് കേവലം ഒരു സന്ദർശനമല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിൽ ഫ്രാൻസും ജപ്പാനും നടത്തുന്ന ശക്തമായ ഒരു ചുവടുവയ്പ്പാണ്. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി സനേത് തകായിച്ചിയുമായുള്ള ഈ കൂടിക്കാഴ്ച പുതിയൊരു സഖ്യത്തിന്റെ ഉദയമാണോ? മാർച്ച് 31 മുതൽ ഏപ്രിൽ 2 വരെ ജപ്പാനിലേക്ക് നടത്തുന്ന സന്ദർശനം യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു നിർണായക നാഴികക്കല്ലായി മാറുമെന്നാണ് നിരീക്ഷകർ ഇതിനെ വ്യക്തമാക്കുന്നത്. ഏകദേശം ഒരു ദശാബ്ദത്തിനു ശേഷം ഒരു ഫ്രഞ്ച് പ്രസിഡന്റ് ജപ്പാൻ സന്ദർശിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ജപ്പാൻ പ്രധാനമന്ത്രി സനേത് തകായിച്ചിയുമായുള്ള ഉയർന്ന തല ചർച്ചകൾ മുഖേന ഫ്രാൻസും ജപ്പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടാനുള്ള ശ്രമമാണ് ഇതിന്റെ കേന്ദ്രബിന്ദു. ലോകം കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഈ സന്ദർശനം ഒരു സാധാരണ നയതന്ത്ര സന്ദർശനത്തെക്കാൾ ഏറെ വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇപ്പോൾ ലോകം നേരിടുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യം ഏറെ സങ്കീർണമാണ്. അമേരിക്കയുടെ പ്രവചനാതീതമായ നയങ്ങളും ചൈനയുടെ ശക്തമായ ഉയർച്ചയും മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങളുമെല്ലാം ചേർന്നൊരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ രൂപപ്പെടുത്തുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഫ്രാൻസും ജപ്പാനും തമ്മിലുള്ള സഹകരണം കൂടുതൽ പ്രസക്തമാകുന്നു. പ്രത്യേകിച്ചും G7 രാജ്യങ്ങളുടെ അധ്യക്ഷ സ്ഥാനം ഫ്രാൻസ് വഹിക്കുന്ന ഈ സമയത്ത് ആഗോള സുരക്ഷാ വിഷയങ്ങളിൽ ഫ്രാൻസിന്റെ പങ്ക് കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഇറാൻ ഉൾപ്പെടുന്ന അമേരിക്ക ഇസ്രായേൽ സംഘർഷം പോലുള്ള വിഷയങ്ങളിൽ ഏകോപിതമായ പ്രതികരണം ആവശ്യമാണ് എന്ന ബോധ്യത്തിലാണ് ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. ജപ്പാനിൽ നടക്കുന്ന ചർച്ചകളിൽ വ്യാപാരവും സാങ്കേതിക വിദ്യയും പ്രതിരോധവും പ്രധാന അജണ്ടകളായിരിക്കും. ഇൻഡോ പസഫിക് മേഖലയിലെ സാമ്പത്തിക സുരക്ഷയും വിതരണ ശൃംഖലകളുടെ സ്ഥിരതയും ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിലെ പ്രധാന ആശങ്കകളായി മാറിയിരിക്കുകയാണ്. ചൈനയുടെ സാമ്പത്തികവും സൈനികവുമായ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഫ്രാൻസും ജപ്പാനും തമ്മിലുള്ള സഹകരണം ഈ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായകമാകും. കൂടാതെ നവീന സാങ്കേതിക വിദ്യകൾ, സെമി കണ്ടക്ടർ നിർമ്മാണം, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിലും ഇരു രാജ്യങ്ങളും കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സന്ദർശനത്തിന് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രാധാന്യത്തോടൊപ്പം ശക്തമായ പ്രതീകാത്മക മൂല്യവുമുണ്ട്. ജപ്പാന്റെ ചക്രവർത്തിയായ നാരുഹിറ്റോയും ചക്രവർത്തിനിയായ മാസ്കമിയും ചേർന്ന് മാക്രോണിനെയും ഭാര്യ ബ്രിജിറ്റ് മാക്രോണിനെയും സ്വീകരിക്കുന്ന സാമ്രാജ്യത്വ സദസ്സ് ജാപ്പനീസ് നയതന്ത്രത്തിൽ ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ഒന്നാണ്. ഇത് ഫ്രാൻസുമായുള്ള ബന്ധത്തിന് ജപ്പാൻ നൽകുന്ന പ്രാധാന്യത്തിന്റെ വ്യക്തമായ സൂചനയാണ്. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ വെറും ആചാരങ്ങൾ മാത്രമല്ല, രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശങ്ങളാണ്. ജപ്പാനിലെ സന്ദർശനത്തിനു ശേഷം മാക്രോൺ ദക്ഷിണ കൊറിയയിലേക്കും പോകും. അവിടെ പുതിയ ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം സന്ദർശിക്കുന്ന ആദ്യ യൂറോപ്യൻ നേതാവായിരിക്കും അദ്ദേഹം. ഇതിലൂടെ കിഴക്കൻ ഏഷ്യയിൽ ഫ്രാൻസിന്റെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടും. യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുത്തു കൊണ്ടുവരാനുള്ള ഫ്രാൻസിന്റെ ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനങ്ങളെ വിലയിരുത്തുന്നത്. മൊത്തത്തിൽ ഈ യാത്ര ഒരു സാധാരണ നയതന്ത്ര ഇടപെടലല്ല, മറിച്ച് ലോകത്തിലെ ശക്തി സന്തുലിതാവസ്ഥ മാറുന്ന ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിന്റെ പുതിയ വിദേശ നയ ദിശ വ്യക്തമാക്കുന്ന ഒരു സൂചനയാണ്. ഇൻഡോ പസഫിക് മേഖലയിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ വിഷയങ്ങളിൽ കൂടുതൽ സജീവമായ പങ്കുവഹിക്കാൻ ഫ്രാൻസ് തയ്യാറെടുക്കുകയാണ്. അതേസമയം ജപ്പാൻ പോലുള്ള പ്രധാന പങ്കാളികളുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ആഗോള വെല്ലുവിളികൾക്ക് സംയുക്തമായി മറുപടി നൽകാൻ കഴിയുമെന്ന് ഈ സന്ദർശനം വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ മാക്രോണിന്റെ ജപ്പാൻ സന്ദർശനം ഒരു നയതന്ത്ര പരിപാടി മാത്രമല്ല, ഭാവിയിലെ ആഗോള രാഷ്ട്രീയത്തിന്റെ രൂപരേഖ നിർണ്ണയിക്കുന്ന ഒരു നിർണായക നീക്കമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.